ഈ തീറ്റി പണ്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് മാത്രം മോഷ്ടിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നെവിൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എന്നാൽ പിന്നെ സാബുമാനെ നമ്മൾ എന്താ പറയേണ്ടത്? ഫുഡ് മോഷ്ടിച്ചു കഴിക്കുന്നില്ല എങ്കിൽ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ അള്ളി മാന്തിയൊക്കെ ഈ സാബുമാൻ അത് കഴിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിച്ചിട്ട് അമ്മാതിരി വൃത്തികെട്ട വർത്തമാനവും പറയുന്നുണ്ട്. ഒരു മാതിരി കൃമികീടം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയാം. അനുവിന് നിങ്ങൾ ആദ്യമായിട്ട് സീരിയൽ ഗ്രാൻഡ്മ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ തൊട്ട് ഇന്നത്തെ കാര്യം ആദ്യം പറയാം. ഇന്ന് ലൈവിൽ രാവിലെ തൊട്ട് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സാബുമാൻ കിച്ചണിലൊന്നും കയറാതെ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ഫുഡ് അങ്ങോട്ട് റെഡി ആവുന്ന ഉടനെ തന്നെ ഫുഡിനെ കുറിച്ചൊരു കുറ്റം പറിച്ചിട്ടുണ്ടോ? ഉപ്പ് കൂടിപ്പോയി, ഇന്നലെ കടലയ്ക്ക് ഉപ്പ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കിയത് അനുമോളാണ്. പിന്നെ അത് മാത്രമല്ല, അന്ന് നീ നെവിൻ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ പേസ്റ്റ് പോലെയാണ്, പശ പോലെയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇത്തവണ നീ സൂക്ഷിച്ചുണ്ടാക്കിക്കോ അല്ലെങ്കിൽ നിനക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് സാബുമാൻ പോയി അനുമോളെ ഒന്ന് ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോഴും അനുമോൾ അത് നോക്കാതെ വിടുന്നുണ്ട്. പിന്നെ ഉപ്പുമാവെന്നല്ല, ഇനി എന്താണെങ്കിലും എത്ര കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെങ്കിലും അത് അതിനകത്ത് പ്രോട്ടീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്ലേറ്റ് എടുത്ത് മര്യാദയ്ക്ക് ചോദിച്ച് നല്ലതുപോലെ എനിക്ക് കുറച്ച് തോനെയും വേണം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോകാൻ സാബുമാൻ അറിയാം. അവിടെ എല്ലാവരും ചായ കുടിക്കുമ്പോൾ തനിക്ക് പാല് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കാനുള്ള ഗട്ട്സും ഈ പറയുന്ന സാബുമാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിരന്ന് കഴിക്കുമ്പോൾ അവരൊരു ബിരിയാണിയുടെ ഒരു ടോക്ക് വരുന്നുണ്ട്. ഷാനവാസ്, സാബുമാൻ, അനുമോള്. അപ്പം ഈ പറയുന്ന ബിരിയാണിക്കകത്തും ഉപ്പ് കൂടിയാ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് സാബുമാൻ അനുമോളെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. അതൊരു ഫണ്ണായിട്ടുള്ളൊരു കളിയാക്കലായിട്ട് അനുമോള് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ കേട്ടാൽ അത്രയ്ക്ക് തോന്നില്ല. അതായത് അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡ് അത്രയും ഒന്നുകിൽ എരി കൂടും അല്ലെങ്കിൽ ഉപ്പ് കൂടും എന്ന് പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും അനുമോളെ ഒന്ന് സാബുമാൻ കൊട്ടാറുണ്ട്. അപ്പോൾ ഉടനെ ഈ ബിരിയാണിക്കകത്ത് ഉപ്പ് കൂടിയാൽ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും അനുമോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അയ്യേ, ബിരിയാണിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ കഞ്ഞി പോലെ ആവത്തില്ലേ, അങ്ങനെ ആരെങ്കിലും ബിരിയാണി കഴിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ വീണ്ടും അനുമോൾ പറയുന്നുണ്ട്, ഞാൻ വേറൊരിടത്ത് വീണ്ടും ബിരിയാണി വെച്ചിട്ട് അത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ചേർത്തോളാം, അപ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് വെച്ചാൽ മാക്സിമം സാബുമാന്റെ ഈ പറയുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം അനുമോൾ ഒരു ഫണ്ണായിട്ടൊക്കെ എടുത്ത് അതിന് ആൻസർ ഒക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്, വഴക്കിന് നിൽക്കാതെ. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഷാനവാസ് അടുത്തിരുന്ന് പറയുന്നുണ്ട്, നമുക്ക് ബിരിയാണി കഞ്ഞിയുണ്ട്, ബിരിയാണി കഞ്ഞി വെക്കാൻ നിനക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഇന്ന് പ്രൊമോ വരുന്ന സമയത്ത്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഇതിലും വലിയൊരു വഴക്കിന്റെ പ്രൊമോ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ ആ ഒരു ദിനത്തും ഈ പറയുന്ന സാബുമാൻ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയൊരു വഴക്കിന്റെ ആ ഒരു ദിവസങ്ങൾ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ആര്യൻ, അക്ബർ, നെവിൻ ഇവര് മൂന്നുപേരും ക്യാപ്റ്റനായിരുന്ന സമയത്ത് അവർ ഫുഡ് ഉണ്ടാക്കുമ്പോഴും സാബുമാൻ അവിടെ പോയി ഫുഡ് കഴിക്കുമായിരുന്നു. അവരുടെ അടുത്ത് പോയി ഫുഡ് കഴിക്കുമായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന സാബുമാൻ ഈ ആദില, നൂറ, അനുമോള് ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ഇവരുടെ അടുത്ത് വന്നും ഫുഡ് കഴിക്കുമായിരുന്നു. ആര് ഫുഡ് വെച്ചാലും നമുക്ക് ഫുഡ് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സാബുമാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. അത് മാത്രമല്ല, ലാലേട്ടന്റെ എപ്പിസോഡിൽ അക്ബർ ബ്രെഡും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചു എന്ന് ലാലേട്ടൻ അവിടെ പബ്ലിക്കായിട്ട് പറയുന്ന സമയത്താണ് സാബുമാൻ ഈ കാര്യം അറിയുന്നത്. അപ്പൊ അതൊരു കൺസേൺ ആയിട്ട് സാബുമാൻ പറയുന്നുണ്ട്, അക്ബർ പറയുന്നത് കുറച്ച് കുഴപ്പമാണ് കേട്ടോ, അക്ബർ ബ്രെഡും പാലും ഒക്കെ കഴിച്ചത് ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്തോ ചോദിച്ച് മേടിച്ച് സാബുമാന് കുറച്ചും കൂടെ കഴിക്കാമായിരുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഇടപെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് മേടിച്ച് കഴിച്ചോട്ടെ. പക്ഷെ പിന്നെ അത് പോയി കുറ്റം പറയുന്ന സാബുമാന്റെ ഈ ഒരു സ്വഭാവം ഇത് ഭയങ്കര വൃത്തികേടാണ്. അത് മാത്രമല്ല, പല വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ എങ്ങനെ നിന്നാലും എന്ന് വെച്ചാൽ ഓരോ തവണ ഈ പറഞ്ഞ എവിക്ഷന്റെ കാര്യത്തിൽ വരുമ്പോൾ സാബുമാൻ സേവ്ഡ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അയ്യോ, ഈ ഒരു എക്സ്പ്രഷനാണ് സാബുമാനുള്ളത്. ചിലപ്പം ഈ സാബുമാന്റെ ഈ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവർ അത്രയും പേര് കാണുമായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് സാബുമാനില്ല മറ്റുള്ളവർക്കൊന്നും വോട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ സാബുമാനെ വോട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ജയിച്ചു പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ബിഗ് ബോസിൽ ഒരു കോണ്ടന്റും കൊടുക്കാതെ, എന്നാൽ ഇങ്ങനെയും ആൾക്കാർക്ക് ഇവിടെ നിലനിന്ന് പോകാം, ഒരു കോണ്ടന്റും കൊടുക്കാതെ ചുമ്മാ ചിരിച്ച് ഫുഡൊക്കെ എടുത്ത് കഴിച്ച് എല്ലാവരുടെ വിഷയത്തിൽ പോയി തലയിട്ടെല്ലാം കേട്ട്. എന്നാ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബിന്നിക്ക് കിട്ടിയ പേരുണ്ടല്ലോ, കുത്തിത്തിരിപ്പ്, അതിലും നല്ല വല്ല പേരും ഉണ്ടെങ്കിൽ അത് സാബുമാന് കൊടുക്കാൻ നല്ലതായിരിക്കും. ഏതൊരു ഫുഡിന്റെ കാര്യം പറച്ചിലാണ്, കാരണം പുള്ളിക്കാരൻ ഒരു ഫുഡ് വ്ളോഗർ ആണ്. പക്ഷെ ബിഗ് ബോസിൽ വരുമ്പോൾ ഫുഡ് വ്ളോഗർ മാത്രമായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക, ജെനുവിനായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.